ഈ ദേശീയ പുരസ്കാരത്തിന് മികച്ച നടനുള്ള പുരസ്കാരത്തിൽ ഏറ്റവും അന്തിമഘട്ടത്തിൽ മമ്മൂട്ടിയുടെ പേരുണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ വാർത്തകൾ ഇങ്ങനെ ചില സൂചനകൾ, ചില ഹിന്റുകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് മമ്മൂട്ടി അഭിനയിച്ച ചിത്രങ്ങളൊന്നും ഈ ദേശീയ പുരസ്കാര സമിതിയുടെ മുന്നിൽ വന്നിട്ടില്ല എന്നാണ്. ഇത് പറഞ്ഞത് ഈ ജൂറി അംഗം കൂടിയാണ്, ജൂറി അംഗമായ സംവിധായകൻ MB പത്മകുമാറാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് വസ്തുതാവിരുദ്ധമായ ചർച്ചയാണ്. എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങൾ നിർമ്മാതാക്കൾ പുരസ്കാരത്തിന് അയച്ചില്ല എന്നത് അത്ഭുതപ്പെടുത്തിയെന്നും പത്മകുമാർ പറഞ്ഞു. ഇത്രയേറെ സസൂക്ഷ്മം ശ്രദ്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് മമ്മൂട്ടി സാറിന് അവാർഡ് കിട്ടിയില്ല എന്നൊരു ചോദ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലില്ലേ? സത്യത്തിലെ ഏറ്റവും വേദനയുള്ള കാര്യം അതാണ്. 2022 നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റാണ് ഇതിനകത്ത്. ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. മമ്മൂട്ടി സാറ് നൻപകൽ നേരത്തെ മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല. ഇത് ആരാണ് അയക്കാതിരുന്നത്? അപ്പോൾ അതൊരു അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നൻപകൽ നിരത്ത് മയക്കം, അതുപോലെ റൊഷാഖ്, ഈ രണ്ട് ചിത്രങ്ങൾ എന്തുകൊണ്ട് അയക്കപ്പെട്ടില്ല എന്നതൊക്കെ സ്വാഭാവികമായിട്ടും ചർച്ചയാകും. അപ്പോൾ നോക്കാം എന്താണ് അതിൻ്റെ മറ്റ് പ്രതികരണങ്ങൾ എന്നുള്ളത്.